നമ്മുടെ സ്കൂളിൽ പോവാണ് കേട്ടോ. നമ്മളുടെ ചുഞ്ചുറിനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോളി ഗ്രേസ് അക്കാദമിയിലാണ് ചുഞ്ചുറിനെ ചേർത്തിരിക്കുന്നത്. അപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം പോയിട്ട് നമ്മൾ ചേർന്നതാണ്. അപ്പോൾ ഇന്ന് ചുഞ്ചുരുവിൻ്റെ യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും പിന്നെ ബുക്ക് ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ പോകാണ്ടോ. ചുഞ്ചുരു ബേബിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതായത് അവനെ സ്കൂളിൽ ചേർത്താൻ പോകുന്നു, സ്കൂളിലാക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഇന്ന് തുടങ്ങി ക്ലാസ് തുടങ്ങുന്നൊക്കെ. അപ്പോൾ ആൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു ചുഞ്ചുരു നീ വിഷമിക്കണ്ട, നിൻ്റെ കൂടെ പഠിച്ച 2 പേരുണ്ട്. അതായത് പ്രീ സ്കൂളിൽ ഇപ്പോൾ ഉള്ള 2 കുട്ടികളും കൂടി ഇവിടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ ആളൊരുവിധം സമാധാനപ്പെടുത്തി നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ടൈം പറഞ്ഞിരുന്നത് 9 മണി തുടങ്ങി 3 മണി വരെയാണ് നമുക്ക് ടൈം പറഞ്ഞത്. നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോട്ടോ പോയത്. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ നമ്മൾ എത്തിയപ്പോൾ റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞു നമ്മൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളടുത്ത് നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ഒക്കെ എടുക്കാനായിരുന്നു. ID കാർഡിലേക്കുള്ള ഫോട്ടോ ഒക്കെ എടുക്കാനായിരുന്നു കേട്ടോ നമ്മൾ ചെന്നത്. പുള്ളിക്കാരനതേ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആളതേ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ അവിടെ ചെന്നപ്പോൾ. പിന്നെ അതാ യൂണിഫോമിന് മെഷർമെൻ്റ് ഒക്കെ എടുത്തു. നമ്മൾക്ക് 2-3 ടൈപ്പ് യൂണിഫോമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഷൂസ് നോക്കാനാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഷൂസ് അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് എടുത്തു തരും കേട്ടോ. അപ്പോൾ അതാ ചുഞ്ചുരിന് ഷൂസും സോക്സൊക്കെ എടുത്തു കഴിഞ്ഞ് അവർക്ക് അവിടെ സ്കേറ്റിംഗ് ഷൂ ഉണ്ട് കേട്ടോ. അവർക്ക് LKG മുതൽ സ്കേറ്റിംഗ് ഒക്കെ പഠിപ്പിക്കും. സ്വിമ്മിങ്, സ്കേറ്റിംഗ് അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് നമ്മളിതാ ബുക്കൊക്കെ മേടിച്ചിട്ടോ. പിന്നെ ബുക്കൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ. അങ്ങനെ അതൊക്കെ എല്ലാവരും ഇല്ലേ നോക്കി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകട്ടെ. പിന്നെ അബിയേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടീനെയും കൂടി അവിടെ ചേർത്താൻ വന്നിട്ടുണ്ടായിട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ അവരെ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് വെള്ളം കുടിക്കാനാണ്. നല്ല ചൂടായിരുന്നു. അപ്പോൾ അതാ ചുഞ്ചുരിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. ഇഷ്ടമായ സൂപ്പറാ. അപ്പോൾ ചുഞ്ചുരിനോട് ചോദിക്കുന്നത് ചുഞ്ചുരിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായെന്നാണ്. ഇപ്പോൾ ആൾ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പോണ സമയത്ത് ആൾ പോവില്ല, എനിക്ക് പഠിക്കണ്ട, എനിക്ക് ഉണ്ണിയമ്മേനെ കാണണം എന്ന് പറയണമെന്നൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ചുഞ്ചുരു ബേബിക്ക് ഒരു വാച്ച് പോലത്തെ മിഠായി കണ്ടു കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിഠായും കൂടി മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയോടെ എല്ലാവർക്കും ബൈ.